ചരിത്രത്താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ദിനം. 140 കോടി ജനങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീലക്കുപ്പായമിട്ട പോരാളികൾ മറുപടി നൽകിയ നിമിഷം. 2026 2020 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിച്ച ഇന്ത്യ ഫൈനലിലേക്ക് ചുവടുവെക്കുമ്പോൾ ആ വിജയഗാഥയിലെ നായകൻ മറ്റാരുമല്ല, മലയാളികളുടെ പ്രിയപുത്രൻ സഞ്ജു വിശ്വനാഥ സാംസണാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ ആശങ്കയുടെ നിഴലുകൾ പടർന്നിരുന്നു. പവർ പ്ലേയിൽ വിക്കറ്റുകൾ വീഴ്ത്തി ശീലമുള്ള ജോഫ്ര ആർച്ചർ എന്ന തീപ്പൊരി ബൗളർ ഇന്ത്യയെ വിറപ്പിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ആർച്ചറുടെ വേഗപന്തുകളെയും ട്രാപ്പുകളെയും സധൈര്യം നേരിട്ട സഞ്ജു വാങ്കഡയുടെ ഗാലറിയിലേക്ക് സിക്സറുകളുടെ ഒരു മാലപ്പടക്കം തന്നെയാണ് തീർത്തത്. പണ്ട് തന്നെ തളച്ചിട്ട അതേ ബൗളർമാരെ തേടി പിടിച്ച് പ്രഹരിക്കുമ്പോൾ സഞ്ജുവിന്റെ ബാറ്റിംഗിൽ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യം പ്രകടമായിരുന്നു. സച്ചിനും കോഹ്ലിക്കും വേണ്ടി ആർത്തു വിളിച്ച അതേ ആവേശത്തോടെ മുംബൈയിലെ കാണികൾ സഞ്ജു സഞ്ജു എന്ന് വിളിക്കുമ്പോൾ ഒരു ക്രിക്കറ്ററുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. സാം കറന്റെ തന്ത്രപരമായ സ്ലോ ബോളുകളെ ആദിൽ റാഷിദിന്റെ സ്പിൻ മാന്ത്രികതയും സഞ്ജു തന്റെ പ്രതിഭയാൽ അതിജീവിച്ചു. വെറും 42 പന്തുകളിൽ നിന്ന് 89 റൺസ് നേടിയ ആ ഇന്നിംഗ്സ് കേവലം ഒരു സ്കോർ മാത്രമല്ല, മറിച്ച് തന്നെ സംശയിച്ചവർക്കുള്ള ചുട്ട മറുപടി കൂടിയായിരുന്നത്. ഇഷാൻ കിഷനൊപ്പം ചേർന്ന് സഞ്ജു കെട്ടിപ്പടുത്ത ആ അടിത്തറയാണ് ഇന്ത്യയെ 253 എന്ന കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. വ്യക്തിഗത നേട്ടത്തെക്കാൾ രാജ്യത്തിന്റെ വിജയത്തിന് മുൻഗണന നൽകിയ സഞ്ജു സെഞ്ചുറിക്ക് കാത്തു നിൽക്കാതെ ടീമിനായി ആഞ്ഞടിച്ചപ്പോൾ ഗാലറിയിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചവരിൽ രോഹിത് ശർമ്മയും മഹേന്ദ്ര സിംഗ് ധോണിയും ഉണ്ടായിരുന്നു എന്നത് ആ പ്രകടനത്തിന്റെ മാറ്റുകൂട്ടുകയാണ്. എന്നാൽ ബാറ്റിംഗിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ആവേശ നിമിഷങ്ങൾ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലീഷ് പട അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിച്ചു. ജേക്കബ് ബേദലിന്റെ കൊടുങ്കാറ്റ് പോലെയുള്ള ബാറ്റിംഗിൽ ഇന്ത്യ ഒരു നിമിഷം പകച്ചുപോയെങ്കിലും ജസ്പ്രീത് ബുംറ എന്ന വിശ്വസ്തനായ പോരാളി 18ാം ഓവറിൽ ഇംഗ്ലണ്ടിന്റെ കഥ കഴിച്ചു. അക്സറിന്റെ അവിശ്വസനീയമായ ക്യാച്ചും ബുംറയുടെ കൃത്യതയാർന്ന യോക്കറുകളും ഇന്ത്യയെ വിജയതീരത്തിലേക്ക് അടുപ്പിച്ചു. കേവലം 7 റൺസിന്റെ വ്യത്യാസത്തിൽ ഇംഗ്ലണ്ട് വീഴുമ്പോൾ വാങ്കഡയിൽ അണ പൊട്ടിയത് വിജയത്തിന്റെ മഹോത്സവമായിരുന്നു. ഇതൊരു സിനിമയെ വെല്ലുന്ന പോരാട്ടമായിരുന്നു. ഒരിക്കൽ തഴയപ്പെട്ടവൻ, വൈകി വന്ന വിവേകം എന്നൊക്കെ വിശേഷിക്കപ്പെട്ട മലയാളി പയ്യൻ ഇന്ന് ഇന്ത്യൻ ടീമിന്റെ അനിഷേധ്യ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. 2007 യുവരാജ് സിംഗ് ഭാരതത്തിനായി ചെയ്തത് 2026 സഞ്ജു ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രം. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട വിമർശനങ്ങളെ തന്റെ ബാറ്റ് കൊണ്ട് നിശബ്ദമാക്കി ഫൈനലിലേക്ക് ഇന്ത്യയെ നയിച്ച ഈ മുന്നേറ്റം ഓരോ കായിക പ്രേമിക്കും അഭിമാനകരമാണ്. ഇനി വരാനിരിക്കുന്ന ആ സുന്ദരമായ ഞായറാഴ്ചയ്ക്കായി ഇന്ത്യൻ കരങ്ങളിൽ ലോക കിരീടം ഉയരുന്ന ആ പൊൻപുലരിക്കായി നമുക്ക് കാത്തിരിക്കാം.